നമ്മൾ ഇപ്പോൾ റൂം വെക്കേറ്റ് ചെയ്തു. നമ്മൾ കർക്കാജി ലേക്കിൽ പോയിട്ട് ബോട്ടിങ്ങിന് പോയിട്ട് കറാഞ്ചി ലേക്ക് പോകുന്നത്. ഇപ്പം ചായ കുടിക്കാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തേലേ. എങ്ങനെയുണ്ട് ചായ വിത്തൗട്ട് ഷുഗർ? ചായ നല്ലത്. ചായ എങ്ങനെയുണ്ട്? ചായ കുടിച്ചപ്പാടിനെ നമ്മൾ ബുക്ക് ചെയ്തിട്ട് നമ്മൾ പോകും. എല്ലാവരും ഔട്ട്ഫിറ്റ് കാണിച്ചു തരാം. Day 3 ഔട്ട്ഫിറ്റ് ഇതാണ്. അമ്മേൻ്റെ ഔട്ട്ഫിറ്റ് ഇതാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഓക്കെ, ഇത് മൈസൂർ വ്ളോഗ് സെപ്പറേറ്റ് ആയിട്ട് എനക്കണ്ട. മൈസൂർ വ്ളോഗ് സെപ്പറേറ്റ് ആയിട്ട് വരും. എന്നിട്ട് നെക്സ്റ്റ് ആയിരിക്കും ബാംഗ്ലൂർ വ്ളോഗ്. ഞാൻ ഇന്നലെ കുടിച്ചിട്ട് അമ്മേനെ ഏതായാലും നമ്മളെ ഹോട്ടലിലല്ലേ ആ ഒരു ഗോപുരം പോലത്തെ ഒരു സാധനം കണ്ട ആ സാധനം അതായിരുന്നു നമ്മളെ ഹോട്ടൽ. നമ്മൾ ഇവിടെ ഒരു ചായപ്പിടിയിൽ നിന്ന് ചായ കുടിക്കുകയാണ്. നമ്മൾ ഇപ്പോൾ ഓട്ടോ കയറി നമ്മൾ കറാച്ചി ലേക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് എങ്ങനെയുണ്ട് ഈ 3 ദിവസം നിങ്ങളുടെ ജേണി പറയൂ? നല്ലതായിട്ട് നമ്മളിപ്പോൾ എന്തെടുത്തോണ്ടിരിക്കുക. ഇത് നമ്മൾ ഇന്നലെ പോയ പള്ളി, അത് ഞാൻ വ്ളോഗ് എടുക്കാൻ മറന്നുപോയി. ഇന്നലെ ഒരു പള്ളിയിൽ പോയായിരുന്നു. ആ പള്ളി ഇപ്പോൾ ഞാൻ കാണിച്ചത്, അതിപ്പോൾ വരും. അത് നമ്മളെ റൂമിൻ്റെ അടുത്ത് അടുത്തായിരുന്നു. അതുകൊണ്ട് നമ്മൾ വാക്കിങ്ങിലായിരുന്നു പോയത്. അത് ഭയങ്കര എന്തോ ഭയങ്കര ഹൈറ്റിൽ എന്തോ പള്ളിയായിരുന്നു. അതായിരുന്നു. നമ്മൾ ഇതിലേക്ക് കൂടെ അങ്ങേ നടന്നു വരും. ഓ കുതിരനെ കണ്ടില്ല. ഈ നാട്ടിൽ ഫുള്ള് കുതിരകളാണ്. ഇപ്പോൾ ഇവിടെ ഒരു കുതിര. ഓക്കെ ഗൈസ്, നമ്മൾ ഇതിലാണ് ലേക്കിൻ്റെ നടുക്കാണ് നമ്മൾ പെഡൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നിവർ. അമ്മ ബാക്കിലുണ്ട്. അമ്മേൻ്റെ എക്സ്പീരിയൻസ് അറിയി. നമുക്ക് പേടിയായിട്ട് നമ്മൾ ബോട്ടിങ് കഴിഞ്ഞിട്ട് ഇറങ്ങി. ഇതാണ് കർക്കാച്ചി ലേക്ക്. ഇപ്പൊ നമ്മൾ നമ്മൾ ഇപ്പോൾ ജഗൻമോഹൻ പാലസിലേക്ക് പോവുകയാണ്. ലേക്ക് റൈഡ് എങ്ങനെയുണ്ടായിരുന്നു? ഫസ്റ്റ് ബോട്ട് റൈഡ്. നിങ്ങള് ഫസ്റ്റ് ബോട്ട് റൈഡാ? അയ്യോ, നിങ്ങൾ ഇങ്ങനത്തെ പെഡലിംഗ് ബോട്ടിലെ പോണ്ടിച്ചേരി നമ്മൾ പെഡലിംഗ് അല്ല, ലൈക്ക് ആ മറ്റേ ബോട്ടിൽ കയറിട്ടേ. അതെ, എങ്ങനെയുണ്ടായിരുന്നു? സൂപ്പർ അല്ലേ? മിസ് ഔട്ട് ആയി പോയതല്ലേ നിങ്ങൾ കയറിയിട്ടെങ്കിൽ? അങ്ങനെ ഒന്നും തോന്നില്ല. നിങ്ങൾ മുട്ടിയാത് അതേപോലെ ഇപ്പം അതൊക്കെ പ്രസ് ആയിട്ടുണ്ടെങ്കിലും വീടിലുണ്ടെങ്കിൽ നിങ്ങൾ പേടിച്ച് നിങ്ങൾ മുക്കിച്ചാവും. ഞാനെങ്ങനെ കൈയടിച്ചൊക്കെ രക്ഷപ്പെടട്ടെ. മുട്ടിയാത് നിങ്ങൾക്ക് പാരി കാര്യം ചെയ്താൽ നിങ്ങൾ ഉറക്കും. നീന്തലത്ത് രക്ഷപ്പെട്ടു. നീന്തൽ അറിയാതെ കുടുങ്ങി. നാളെ നമ്മൾ ബാംഗ്ലൂരിൽ ഇങ്ങനത്തെ ബസ്സിലായിരിക്കും നമ്മള് ട്രാവൽ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഇങ്ങനത്തെ ഒരു KSRTCന്റെ ഒരു പരിപാടിയായിരുന്നു. അതായത് നമ്മൾ ബാംഗ്ലൂരിൽ ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം ബാംഗ്ലൂരിൽ വേറെ ഒന്നും കാണാനില്ല. ഇതാണ് മൈസൂരത്തെ ഹോഴ്സ് റൈഡിങ് ട്രാക്ക്. ഇപ്പോൾ ഒന്നും ഉണ്ടാവില്ല, അത് ഓരോ സമയത്ത് ഉണ്ടാവും. അത് നല്ല പരിപാടിയാണ്. ഇതൊരു നമ്മൾ ഒരു ഇൻ്റർസെക്ഷനില്ലേ, ആ ഇൻ്റർസെക്ഷൻ്റെ അത് റാഡിസൺ. ഈ ബിൽഡിങ് റാഡിസൺ. ഇങ്ങോട്ടേക്ക് പോയാൽ സൂ, നേരെ പോയാൽ ആ മൈസൂർ മാൾ. മൈസൂർ ടൂർ ഗൈഡ് വേണമെങ്കിൽ എന്നെ വിളിച്ചോളൂ. ഞാൻ മൈസൂർ പാതി പഠിച്ചു. നമ്മളിപ്പം ജഗൻമോഹൻ പാലസിന് മുന്നിലുള്ള ഒരു റെസ്റ്റോറൻറ്റിൻ്റെ പേര് ആശീർവാദ് ഗ്രാൻഡ് എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് പേര്. അവിടെ നമ്മളിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കോമ്പോ. ആർക്കും അത്ര വിശക്കുന്നില്ല. നമ്മൾ ഇളനീർ കുടിച്ചു. എവ്രി വൺ കംസ് ടു മൈസൂർ ഷുഡ് ഹാവ് ഇളനീർ. ബെസ്റ്റ് ഇളനീരെ അവിടുത്തെ. സൂപ്പർ ഇളനീരാണ്. ഇന്നലെ ഒന്ന് അയച്ചു, ഇന്നും ഒന്ന് അയച്ചു. ഇനി പോകുന്നതിന് മുന്നേ ഒരിക്കൽ ഒന്നും കൂടി കഴിക്കണം. ആ സ്റ്റഫിങ് അതെ. അപ്പം പിന്നെ അതൊന്ന് കഴിച്ചു, ഇപ്പോൾ ഒന്ന് കഴിച്ചു. ആ ഉള്ളിലത്തെ സ്റ്റഫിങ് സീനാണ് അല്ലേ? ഇളനീര് സീനല്ലേ? കൈ കഴിക്കാൻ ഇപ്പൊ നമ്മൾ എന്തിനാണ് വന്നിട്ട് ഊട്ടി
കഴിക്കാൻ ടിഫിൻ കഴിക്കാനല്ല വിശക്കുന്നില്ല സോ ഷുഡ് നോട്ട് ടച്ച് മൈ ഫുഡ്. ഇതാണ് ഇവിടെ. അതുകൊണ്ടത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇനി ജഗൻമോ അല്ലെങ്കിൽ നമ്മളൊരു ബ്രേക്ക്ഫാസ്റ്റ് കോംബോ പോലത്തെ ഒരു പരിപാടി കാണിച്ചു. അതിന് തന്നത് ഇങ്ങനെ ബിസ്ല അങ്ങനത്തെ എന്തെങ്കിലും സാധനമുണ്ട്. ഫുഡിൻ്റെ വന്നു. ഇതാണ് കോംബോ. ഏതൊക്കെയുണ്ട്? അമ്മ പറ, അമ്മ പറയും എന്തെല്ലാം ഉണ്ട് പറയും. ഓക്കെ, കേസരി കേസരി ആയിട്ട് നോട്ട് പൊങ്കൽ. ഇതാ നിങ്ങൾ പറഞ്ഞ ഇത് ചൗ ചൗ ബാത്ത്. പറ നെക്സ്റ്റ് പറ. സാമ്പാർ, സാദം, വട, ഇഡ്ഡലി, ദോശ. ആ കിച്ചടിയാണ് തോന്നുന്നു. ഓക്കെ, സൂപ്പർ സൂപ്പർ. നമ്മൾ ഇപ്പം അവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഇപ്പം നമ്മൾ പാലസിലേക്ക് വന്നിട്ടല്ലോ. ദിസ് ഈസ് ദ പാലസ്. നമ്മൾ ആ ഫുഡ് ട്രൈ ചെയ്തു. അത് റോസ് മിൽക്കിയാണ് ടേസ്റ്റ്. നമ്മൾ മൽബറി അല്ലേ പറയുന്നത്, കൊടുത്തു. മൽബറി ഒരു പാക്കറ്റ് മേടിച്ചു. അത് കഴിച്ചാൽ കിവിയൊക്കെ ഇവിടെ 5 എണ്ണത്തിന് 100 രൂപ. ഭയങ്കര ചീപ്പ്. ரொம்ப ചീപ്പെന്ന് நினைக்கிறேன். കിവി ടേസ്റ്റ് ചെയ്തൊക്കെ സൈഡിക്ക് കിവി എന്നിട്ട് അത് നോക്കാം. ഇത് ഒരു ഫോട്ടോ എടുത്ത് അതെല്ലാം ഫ്രൂട്ട്. ആ ബത്തക്ക വലിയ കുമ്പളങ്ങ പോലെ ഒന്ന് മസ്ക് മെലൺ വേറെ വെറൈറ്റി നിனைக்கிறேன். ഫ്രൂട്ട്സ് മേലെ വെച്ച ഫോട്ടോ എടുത്തു. അമ്മ ഫസ്റ്റ് നോക്ക്. നല്ല സാധനം. ഹൈദരാബാദിൽ ഇതിൻ്റെ ഒരു സാധനം ഉണ്ട്. അത് ഭയങ്കര ഇതാ. കുറച്ചുകൊണ്ട് തിന്നേ തിന്നേ തിന്നേ. പുളിയാ? ഗ്രേപ്സ്. പുളിയൊന്നുമില്ല. ஸ்ட்ராபெரி எல்லாம் தூக்கி போட்டுருக்காங்க பாரு. നല്ല ടേസ്റ്റ്. யா ஃபர்ஸ்ட் டைம் ட்ரைங் திஸ். വലിയ പിലിമ്പി നോക്കറാ. ഞാൻ ഓണാക്കട എത്തിച്ചത്. ഇതാണ് ഒതന്റിക് മൈക്രോസോഫ്റ്റ് പിടിയാ. ഇതാണ് ഈ ആളാണ് മൈസൂർ പാക്ക് ഇൻവെന്റ് ചെയ്തേ. ഇവരെ കുടുംബക്കാരാണ് ഇപ്പോൾ ഈ പിടി നോക്കിക്കൊണ്ട് പോകുന്നത്. ഇതാണ് ഒറിജിനൽ മൈസൂർ പാക്ക്. ഫസ്റ്റ് മൈസൂർ പാക്ക് ഉണ്ടായത് ഈ പിടിയതാണ്. ആ ചെക്കൻ പറഞ്ഞത് നമുക്ക് ഇത് ചൂടാക്കി തിന്നുകയും ചെയ്യാം. 15 ദിവസം ഒന്നും ആവുമല്ലോ, ഒരു മോശമല്ല. ഇപ്പം നമ്മൾ വാങ്ങിയപ്പാടെ തന്നെ ഭയങ്കര ചൂട് ഗരമായിരുന്നു. നമുക്കത് ഡബിൾ ബോയിലിംഗ് ചൂടാക്കാം, അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ചിട്ട് ചൂടാക്കി തിന്നാലും ഒന്നും ആവില്ല. ആൻഡ് വി ഹാവ് വെറൈറ്റി ഓഫ് ഫ്രൂട്ട്സ് ഹിയർ. ഇഫ് യു സീ വെരി ചീപ്പ്, വെരി വെരി ചീപ്പ്. ஒரு 5 கிவி வந்து 100 ரூபாய் தான் மக்களே. யூ கேன் நெவர் see that in Chennai. Okay. And rose milk மாதிரி ஒரு fruit சாப்பிட்டுருக்கீங்களா? It tastes like rose milk and the name called paneer fruit. എങ്ങനെയുണ്ടായി പനീർ ഫ്രൂട്ട്? നിങ്ങൾക്ക് അപ്പൊ മൽബറി പിടിച്ചിട്ടാ? മൽബറി വാങ്ങിയത് സ്ട്രോബെറി. സോറി, മൽബറി. ഇപ്പൊ നമ്മൾ എങ്ങോട്ടേക്കാണ് ഇനി? അത് എല്ലാവർക്കും അങ്ങനെ തന്നെയല്ലേ. അങ്ങനെ നീ ഫ്രൂട്ട്സ് വാങ്ങാൻ പോകാനാണ്. ഞാൻ എൻ്റെ പേരിൽ ഒരു പീഡിയ അന്വേഷിച്ചിരുന്നു. ഒരു എച്ചിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ. മൈസൂരിൽ പോലും എനിക്ക് ഇവിടെ സ്ഥലങ്ങൾ വെച്ചല്ല എൻ്റെ ജീവിതം. ഇതൊരു ഫ്രൂട്ട്സ് മാർക്കറ്റാണ്. നമ്മളിവിടെ ഇന്നലെ വന്ന ഹോട്ടലിൽ തന്നെ ആയിട്ടല്ലേ ഫുഡ് കഴിക്കാൻ. എന്നാൽ കഴിക്കാൻ എനിക്കത്ര വിശപ്പില്ല. നമ്മളിപ്പോൾ മൽബറിയിൽ കഴിച്ചുകൊണ്ട് നിങ്ങളിപ്പം മീൽസ്, നമുക്ക് ചോറ് തന്നാൽ ഭയങ്കര പുതി. അതുകൊണ്ട് മീൽസ് കഴിക്കാൻ വന്നിട്ട് നമ്മൾ മീൽസ് കഴിക്കാൻ
ഇതാണ് ഇന്നലെ നമ്മൾ ഈ സ്ഥലത്ത് റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. ഇപ്പം നമ്മൾ റെയിൽവേ മ്യൂസിയത്തിൽ പോകാനാണ് പ്ലാൻ. ചെക്കൗട്ട് ചെയ്തിട്ട് 2 പെട്ടി നമ്മൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തിപ്പോൾ റെയിൽവേ മ്യൂസിയത്തിൽ റെയിൽവേ മ്യൂസിയത്തിൽ നിന്ന് റെയിൽവേ സ്റ്റേഷനിൽ റെയിൽവേ മ്യൂസിയത്തിൽ പോയിട്ട് ഞാൻ കാണിച്ചു തരാം. വണ്ടിയിൽ കയറാൻ പോവുകയാണ്. ടോയ് ട്രെയിൻ 2 റൗണ്ട് തോന്നും. ആ വണ്ടിയിൽ കയറാൻ പോകുന്നത് നമ്മളിപ്പോൾ ഇവിടെ എക്സൈറ്റഡാ. മുന്നിൽ പോയി കയറാം വാ. അതല്ലേ ഫ്രണ്ട് വരുവാ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ. ആ നിങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണല്ലേ. നമ്മൾ ടോയ് ട്രെയിനിൽ കയറി കാണിച്ചരാ. അവിടെ നിന്നത് കറക്റ്റ്. ഒരു പെണ്ണു പോയിട്ട് ഈ എല്ലാ ട്രെയിനുകളിലും ട്രെയിനിൻ്റെ ഹിസ്റ്ററി ഒക്കെ പഠിച്ചിട്ട് ഇപ്പം നമ്മൾ പോകാൻ ഒരുങ്ങിയാണ്. MG റെയിൽ ബസ് അതിലായിരുന്നു ഇപ്പോൾ ഫോട്ടോ എടുത്തത്. എങ്ങനെയുണ്ട് റെയിൽ മ്യൂസിയം? എന്താ പറയാൻ പറഞ്ഞത്? ഇപ്പം നമ്മൾ റെയിൽ മ്യൂസിയത്തിൻ്റെ ഇതൊരു വേറെ ഒരു സൈഡാണ്. അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാണിച്ചാൽ ഇതെന്തല്ലോ അതിൻ്റെ എന്തെല്ലാം ടൂൾസും കിട്ടുമല്ലോ. ഓ വാ, എന്തോ ഒരു സാധനം മേലെ. ഓ ഡു നോട്ട് ടച്ച് ഇത് அப்படியே மொட்டையாக டு நாட் டச்சில் வச்சுருக்காங்க. ഇത് പഴയ കാലത്തെ അവരെ ഓടിക്കുന്ന പോലത്തെ. ഇല്ലേ കൂടെ പോവാ. കുറേ ഫോണുകൾ. അവിടുത്തെ ഡ്രൈവർ ഓ ഓ ഓ ഓ ഡു നോട്ട് ടച്ച്. ഓക്കെ സാർ. അങ്ങനെ തന്നെ എന്നോട് പിടിക്കാൻ പറഞ്ഞു. അതോട് പിടിച്ചു. ഇവിടെ ഫുള്ള് ഇതിലുണ്ട്. നിങ്ങൾക്ക് എന്താ വേണമെങ്കിൽ പഠിച്ചോളൂ. ഓ ഇതാണ് ഇങ്ങനെ. ഈ ട്രെയിൻ ഇവിടെ പോട്ടെ, ഈ ട്രെയിൻ ഇവിടെ പോട്ടെ. ഇത് ട്രാക്ക് അസൈൻ ചെയ്ത് കൊടുക്കുന്നില്ല. എന്നാവും എന്താ ഒരു പരിപാടി. ഇപ്പം ഇത് ഓഫിലല്ലേ. ഓ വാക്കിട്ടേക്ക് വാക്കിട്ടേക്ക്. നമ്മൾ ബാംഗ്ലൂരിലെത്തി. ബാംഗ്ലൂരിൽ ഇപ്പം നമ്മൾ മെട്രോയിലേക്ക് പോകുന്നത്. മെട്രോ ഇന്ദിരാനഗറിലേക്ക് പോയിട്ട് ഞാൻ കാണിച്ചു തരാം. ഞങ്ങളുടെ അടുത്തില്ല മെട്രോ സ്റ്റേഷൻ. കൈൻഡ് ഓഫ് ലുക്ക് ലൈക്ക് ആൻ എയർപോർട്ട്. നമ്മളെപ്പോൾ മെട്രോയിലാണ്. പർപ്പിൾ ലൈൻ വെച്ചിട്ടുണ്ട്. மெட்ரோலோட ஃபர்ஸ்ட் கிளாஸ் இல்லை. நாங்கள் ஒரு வாட்டி விஜயாண்டே கான்செப்ட் முடிச்சுட்டு வரும்போது அன்றைக்கி மெட்ரோ எக்ஸ்டெண்ட் பண்ணி வச்சுருந்தாங்க. அந்த நாள் வந்து இந்த கான்செப்ட் இருக்குன்னு சொல்லிட்டு வரும். ஃபுல்லாக தரையில்
ഫുൾ കരയില്ല அந்த ലേഡീസ് എടുത്തിരിക്കും ഇതുപോലെ നമുക്ക് കാണാനില്ല ട്രെയിൻ വരുന്നതൊന്നും കാണാൻ കഴിയില്ല കടന്ന് നിർത്തിയാലേ കാണുള്ളൂ തന്നെ ഇരുട്ട് എല്ലാവരും നമുക്ക് ഇനിയും 8 സ്റ്റോപ്പ് ഉണ്ട്. ഓക്കെ, ഇന്ദിരാനഗരത്തിൽ കച്ചടം. നമ്മളിവിടെ മേഘ്നയിലെത്തി. മേഘ്നയിൽ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. ഗെസ് വാട്ട്, ഞങ്ങൾ ഓർഡർ ചെയ്തു ബിരിയാണി. മേഘ്നയുടെ ബിരിയാണി എന്ന ലക്ഷ്യമുള്ള പാത്രത്തിൽ ഉണ്ടാവും മതിയാവും മഴകപ്പം വിളിക്കാം. This is my outfit. അതെ, അവിടെ ഒരു മുസ്ലിം പെണ്ണുങ്ങൾ ആ തട്ടയക്കാണ്ട് തന്നെ പെണ്ണുങ്ങൾ ആ സാധനം ഇങ്ങനെ അങ്ങനെ തട്ടതിൻ്റെ ഉള്ളിൽ തന്നെ ഈ മുഖത്തിന് ഫേസ് സാധനം. നമ്മൾ ഡെത്ത് ബൈ ചോക്ലേറ്റ് തിന്നുകയാണ്. ഇവിടെ വെക്കുക, എടുത്ത് വെച്ചോളൂ. കോർണർ ഹൗസ് ദ ഡെത്ത് ബൈ ചോക്ലേറ്റ്. കേക്ക്, ഐസ്ക്രീം, ക്രീം എത്രയാണ് 263 വിത്ത് ബ്രൗണിയാ ഫഡ്ജ് മാതിരി എടുക്കാം. നമുക്ക് This is cold. നമുക്ക് തുടങ്ങാം. അമ്മ ഇപ്പോൾ ടെസ്റ്റ് ചെയ്യുകയാണ്. നടന്നതിന് പോത്താ ഞാൻ എന്നാ തിന്നേണ്ട വെച്ചിടാം. പക്ഷേ സ്ട്രീറ്റ് പോയിട്ട് ഇവിടെ 2 കുപ്പായം മേടിച്ചു. എന്നിട്ട് തിരിച്ച് പോകുന്നേ. തീവ്രവാദിനെ പോലെ ഇരിക്കുന്നത്. എങ്ങനെയുണ്ട് കൊമേഴ്സ്യൽ സ്ട്രീറ്റ്? ഡെത്ത് ബൈ ചോക്ലേറ്റ് എങ്ങനെയുണ്ട്? ഇനി അതിൻ്റെ റിവ്യൂ എടുത്തില്ല. അടുത്ത ഞാൻ റിവ്യൂ എടുത്തിനി. ഓ, ഞാൻ പറഞ്ഞത് അത് കൊള്ളായിരുന്നു. പക്ഷേ സോഷ്യൽ എന്ന് പറഞ്ഞൊരു പിടയിൽ ചോക്ലേറ്റ് ബ്ലഡ് ബാത്ത് ഉണ്ട്. അതിനെക്കാട്ടി ബെസ്റ്റ് ആയിട്ടുള്ളതല്ല ഇത്. ഇത് ആവറേജ്. അതായിരുന്നു മാസം. ഗൈസ്, നമ്മൾ ബാംഗ്ലൂരിൽ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. നമ്മളിപ്പം റെയിൽവേ സ്റ്റേഷനിലെ ലഗേജ് വെച്ചു. ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ പോകുന്നു. ഇവിടെ രവീന്ദ്ര കലാക്ഷേത്രത്തിലേക്ക് പോകുന്ന ഹോട്ടലിൽ കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഔട്ട്ഫിറ്റ് ഞാൻ ഇറങ്ങിയിട്ടുണ്ട്. ഹൈ ഗൈസ്, നമ്മൾ ഇപ്പോൾ ഡബിൾ ഡെക്കറിൽ കയറിയിരിക്കുന്നു. നല്ല എടുത്തില്ലേ ബസ്? ഇതാണ് മേലത്തെ സീറ്റ്. നമ്മൾ താഴെ സീറ്റ് എടുത്തിട്ടില്ലേ? ഇപ്പം ഇവിടെ മേലെ ഇരിക്കുന്നതിനെ ബസ് ഓണാക്കി ബസ് ബൊമ്മ കാണിച്ചതാ.
നമ്മളിപ്പോൾ ഐക്കയിലാണ്. ഐക്കയിൽ നമ്മളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദിസ് ഇസ് മൈ ഔട്ട്ഫിറ്റ്. ഔട്ട്ഫിറ്റ് നമ്മൾ ഐക്കയുടെ ഫുഡ് കഴിച്ചു. ഞാൻ എൻ്റെ ഫോട്ടോ അറ്റാച്ച് ചെയ്യാം. ഫുഡിൻ്റെ ഇതെടുക്കാൻ ഞാൻ മറന്നുപോയി, വീഡിയോ എടുക്കാൻ ഞാൻ മറന്നുപോയി. അമ്മേൻ്റെ ഔട്ട്ഫിറ്റ്. അമ്മേൻ്റെ ഫോണും കൂടി ഇല്ലാന്ന് ഒപ്പരം നടക്കണേ. എങ്ങനെയുണ്ട് ഐക്കിയ? നല്ലതന്നെ. അങ്ങനെ നല്ലതന്നെന്ന് പറയല. നിങ്ങളെ ഇത് പറ കൈ പറ എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടുണ്ട്. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാ? പൈസ കുറവായിട്ടും. നാട്ടിലത്തെ ഒരു ഇതാ വൈക്കാന്ന് വെച്ചാൽ ഭയങ്കര റിച്ച് കൂടിയാണ്. അത്ര നല്ല റിച്ച് ഒന്നല്ല. ഹൈ ഗൈസ്, നമ്മളിപ്പോൾ മാൾ ഓഫ് ഏഷ്യയിൽ വന്നിരിക്കുകയാണ്. അവിടെ നമ്മൾ ചിപ്പോളെ നമ്മളൊരു സിനിമക്ക് വന്നിട്ടുണ്ട്. അതിന് മുന്നേ നമ്മൾ വിചാരിച്ചു ബൊറീട്ടോ കഴിക്കുകയാണ്. അതുകൊണ്ട് ബൊറീട്ടയിൽ കാലിഫോർണിയ ബൊറീട്ടയിൽ നിന്ന് 7 ലെയർ ചിക്കനും ചിപ്പോളെ ചിക്കനും ഗുവാക്കമോളിയും തിന്നതിൻ്റെ അഞ്ചര. നമ്മൾ മംഗളൂരു റെയിൽവേ സ്റ്റേഷനിലാണ്. നമ്മൾ തിരിച്ച് ചെന്നൈയിലേക്ക് പോവുകയാണ്. ഇവിടെ കുറച്ച് തണുപ്പുണ്ട്. ഇപ്പം നമ്മൾ ട്രെയിൻ വരാൻ വേണ്ടി കാത്തുക. കാവേരി എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ട്രെയിനാണ്. അത് വരാൻ കാത്തുക്കൊന്ന്. ടൈം 11:45 നൈറ്റ്. ഐ തിങ്ക് ട്രെയിൻ വന്നു. അപ്പം ഇതായിരിക്കും എൻഡിങ്. അപ്പം നെക്സ്റ്റ് വ്ലോഗിൽ കാണാം. ബൈ. താങ്ക് യു.